ഇത്തവണത്തെ പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയെടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി പ്രത്യേകം താൽപ്പര്യമെടുത്ത് വിളിച്ചു ചേർത്തതായിരുന്നു. ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം എന്ന അജണ്ട കൂടി ഇതിൻ്റെ ഭാഗമായി മോദിയും അമിത്ഷായും മുന്നോട്ട് വച്ചിരുന്നു. എന്തുകൊണ്ടാണ് 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ തിരക്കിട്ട് വനിതാ സംവരണം ഒരു ചർച്ചയാക്കി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത് എന്ന ചോദ്യം പാർലമെൻറ്റിനകത്തും പുറത്തും പല ഘട്ടങ്ങളിൽ ഉന്നയിക്കപ്പെട്ടു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ കീഴിൽ കുടുംബാസൂത്രണം വിജയിപ്പിച്ച തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ജനസംഖ്യാനുപാതികമായി മണ്ഡലങ്ങൾ പുനർനിർണയിക്കപ്പെടുമ്പോൾ നഷ്ടം നേരിടുന്ന സംസ്ഥാനങ്ങളായി മാറും എന്ന ആശങ്ക വളരെ പ്രബലമായിരുന്ന സമ്മേളനത്തിൽ പല കോണുകളിൽ നിന്നുമുള്ള വിമർശനങ്ങൾ ഉയരുകയുണ്ടായി. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പഞ്ചാബും ജനസംഖ്യാപരമായി പിന്നോക്കമായതിനാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നിർണായക മേധാവിത്വമുള്ള ഒരു പാർലമെൻറ്റാണ് ഭാവിയിൽ രൂപപ്പെടുക എന്ന ആശങ്ക ചർച്ചകൾക്കിടയിൽ ഉയർന്നു വന്നു. വിവിധ പാർട്ടികളിലെ വനിതകളുടെ അതിശക്തമായ എതിർപ്പ് ഈ സമ്മേളനത്തിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വന്നു. മഹുവ മൊയ്ത്രയെ പോലെ തൃണമൂലിൻ്റെ MP, സാഗരിക ഘോഷ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് കനിമൊഴി തുടങ്ങിയ മികച്ച പാർലമെൻറ്റേറിയന്മാർ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും രാജ്നാഥ് സിംഗിനെയും ഒക്കെ സഭയിലിട്ട് ചവിട്ടിക്കൂട്ടി. ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടിയിരുന്ന ഒരു അവതരണം DMK നേതാവ് കനിമൊഴിയുടേതായിരുന്നു. അവർ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ, അമിത്ഷായുടെ വിഭജന നീക്കത്തെയൊക്കെ കൃത്യമായി തുറന്നു കാട്ടി. സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഇത്തരമൊരു അജണ്ട മുന്നോട്ട് വയ്ക്കുന്നതിനെ എതിർത്തുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ സ്റ്റാലിൻ തൻ്റെ സംസ്ഥാനത്ത് കരിദിനമായി ആചരിക്കുകയുണ്ടായി. അദ്ദേഹം കറുപ്പ് കൊടികൾ ഉയർത്തി, കറുത്ത വേഷം ധരിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി, അതിശക്തമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അജണ്ടയെ വെല്ലുവിളിച്ചു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ വിപ്ലവ പാർട്ടികൾക്കൊന്നും ഈ കാര്യം വളരെ പ്രധാനമായി തോന്നിയില്ലെങ്കിലും അത്തരമൊരു നടപടിയിലെ അപകടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് പാർലമെൻറ്റിൽ കറുത്ത വസ്ത്രം ധരിച്ചവരെയും കരിങ്കൊടി ഉയർത്തിയവരെയും കറുത്ത പൊട്ട് ധരിച്ചെത്തുന്നവരെയും ഒക്കെ മോദി പരിഹസിച്ചു. എന്നാൽ കനിമൊഴി തൻ്റെ പ്രസംഗത്തിൽ മോദിക്ക് നല്ല തിരിച്ചടിയാണ് നൽകിയത്. മോദി പറഞ്ഞത്, ഈ ബില്ലിനെ എതിർക്കുന്നവർ കറുത്ത പൊട്ട് തൊട്ടാലും നീലപ്പൊട്ട് തൊട്ടാലും ഞാൻ അതിനെ കാര്യമാക്കുന്നില്ല എന്നാണ്. കനിമൊഴി കറുപ്പിനെ ദളിതരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. കാളി, ഇന്ത്യയിൽ എല്ലായിടത്തും ആരാധകരുള്ള കാളി കറുപ്പിൻ്റെ ദേവതയാണെന്നും കാളിയുടെ വേഷം, കാളിയുടെ രാഷ്ട്രീയം കറുപ്പിൻ്റേതാണെന്നും അതൊരു ദ്രാവിഡ ദേവതയാണെന്നും നിരന്തരം പോരാടാനുള്ള ശേഷിയുടെ പ്രതീകമാണെന്നും കനിമൊഴി വ്യാഖ്യാനിച്ചു. പെരിയാറിൻ്റെ രാഷ്ട്രീയ സങ്കല്പത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ കറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്, ദ്രാവിഡ രാഷ്ട്രീയമാണ് എന്ന് കനിമൊഴി സധൈര്യം പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചു. നീലയെ എതിർത്ത, നീലവർണ്ണത്തെ പരിഹസിച്ച മോദിയോട് ഡോക്ടർ BR അംബേദ്കറുടെ ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് BR അംബേദ്കർ ഉയർത്തിയ ദളിത് രാഷ്ട്രീയത്തിൻ്റെ നിറം നീലയായിരുന്നുവെന്നും നീലക്കൊടിയാണ് അംബേദ്കർ ഉപയോഗിച്ചതെന്നും അംബേദ്കറുടെ ഭരണഘടനയെ തകർക്കാനാണ് മോദി അടക്കം ശ്രമിക്കുന്നതെന്നും കനിമൊഴി ഉറപ്പിച്ചു പറഞ്ഞു. പെരിയാറും അംബേദ്കറും ഉയർത്തിപ്പിടിച്ച ഒരു ദളിത് രാഷ്ട്രീയത്തെ ഉത്തരേന്ത്യൻ വർണ്ണവ്യവസ്ഥയിലെ
സവർണ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കുന്ന മൂർച്ചയേറിയ പ്രകടനമായിരുന്നു കനിമൊഴിയിലൂടെ പുറത്തു വന്നത്. തമിഴ്നാടിൻ്റെ ആത്മാഭിമാനം, തമിഴരുടെ ആത്മാഭിമാനം ഒരിക്കലും ഉത്തരേന്ത്യൻ ഗോസായിമാർക്ക് അടിയറ വയ്ക്കില്ല എന്ന് അവർ സധൈര്യം പ്രഖ്യാപിച്ചു. മരണം വരെ പൊരുതുമെന്നും പൊരുതി ജയിക്കുമെന്നുമുള്ള കനിമൊഴിയുടെ പ്രഖ്യാപനം ഉത്തരേന്ത്യൻ താൽപ്പര്യങ്ങളെ ദക്ഷിണേന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ആസൂത്രണത്തിനെതിരായ ചെറുത്തുനിൽപ്പായിരുന്നു. പാർലമെൻറ്റ് കനിമൊഴിയുടെ പ്രസംഗത്തെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിനകത്തുള്ള രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തു എന്നത് ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് കനിമൊഴിയെപ്പോലെ ഒരു രാഷ്ട്രീയ നേതാവിന് വളരെ സധൈര്യം ഇത്തരമൊരു നിലപാടെടുക്കാൻ സാധിക്കുന്നത്? തമിഴ് ജനത എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്, തമിഴ് ജനത ഇന്നത്തെ ഇന്ത്യയിൽ ഏത് നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന്, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യവും വർത്തമാനവും എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് കനിമൊഴി ഉയർന്നു നിന്ന് പാർലമെൻറ്റിൽ മോദിയെയും അമിത്ഷായെയും ഒക്കെ വെല്ലുവിളിച്ചത്. കേരളത്തിലെ വിപ്ലവ രാഷ്ട്രീയക്കാർ മറന്നുപോയതും മടിച്ചു നിൽക്കുന്നതും ഈ ഒരു മണ്ഡലത്തിലാണ്. തീർച്ചയായും കേരളത്തിനും തമിഴ്നാടിനും കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കുമൊക്കെ രാഷ്ട്രീയമായും സമ്പദ്ശാസ്ത്രപരമായും വലിയ വെല്ലുവിളി നേരിടുന്ന, നഷ്ടം വരുത്തുന്ന ഒരു നിയമനിർമ്മാണമാണ് ഭരണഘടനാ ഭേദഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മനസ്സിലാവാത്തവരല്ല കേരളത്തിലെ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. പക്ഷെ അവർക്ക് അവരുടെ സംസ്കാരത്തെ, അവരുടെ രാഷ്ട്രീയത്തെ, അവരുടെ പാരമ്പര്യത്തെ, അവരുടെ സമരോത്സുകതയെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അന്തരീക്ഷം, അതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. തമിഴ്നാടിനെ സംബന്ധിച്ച് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവർ സധൈര്യം മുന്നോട്ട് പോകുന്നത് ഈ ഒരു സമരോത്സുക പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനത്തിൽ മണ്ഡല പുനർനിർണയത്തിൻ്റെയും വനിതാ സംവരണത്തിൻ്റെയും പേര് പറഞ്ഞു വന്ന അജണ്ടയെ, നിഗൂഢമായ താല്പര്യങ്ങളുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മേധാവിത്വം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയെ ചെറുത്ത് പരാജയപ്പെടുത്താൻ കനിമൊഴി അടക്കമുള്ളവർ നടത്തിയ സമരത്തെ നാം ശ്ലാഘിക്കേണ്ടതുണ്ട്. ആ സമരത്തിൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. മലയാളികളടക്കമുള്ള ദക്ഷിണേന്ത്യക്കാരോട് വീണ്ടും വീണ്ടും അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട്.